പശ്ചിമേഷ്യൻ സമവായവും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇരട്ടത്താപ്പും സമാധാന കരാർ ഒപ്പിടുന്നത് നിർണായക ചുവടുവയ്പ്പെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. പശ്ചിമേഷ്യയെ നൂറിലേറെ ദിവസങ്ങളായി ചോരക്കടലാക്കി മാറ്റിയ ഇറാൻ അമേരിക്ക സൈനിക നീക്കങ്ങൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും സമാധാന കരാറിലേക്ക് നീങ്ങുകയാണെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. യുദ്ധം അവസാനിക്കുകയാണെന്നും വെള്ളിയാഴ്ചയോടെ സമാധാന കരാറിൽ ഒപ്പുവെക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ തങ്ങൾ കൊളുത്തിവിട്ട ഒരു യുദ്ധാഗ്നി കെടുത്തിക്കൊണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി ചമയാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ആഗോള സമൂഹം ഈ നീക്കത്തെ തികഞ്ഞ ജാഗ്രതയോടും വിമർശനത്തോടും കൂടി വേണം വിലയിരുത്താൻ. ഈ കരാർ കേവലം ഒരു യുദ്ധവിരാമമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ അമേരിക്ക വർഷങ്ങളായി നടത്തുന്ന അധിനിവേശ രാഷ്ട്രീയത്തിന്റെയും ഇരട്ടത്താപ്പിന്റെയും ഒടുവിലത്തെ ഉദാഹരണമാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇസ്രായേലിനെ മുൻനിർത്തി അമേരിക്ക ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക നടപടികൾക്ക് തുടക്കമിട്ടത്. 100-ലധികം ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ ക്രൂരമായ ആക്രമണ പരമ്പരകളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തൊള്ള ഖമേനി ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർക്കും 10,000-കണക്കിന് നിരപരാധികളായ സാധാരണക്കാർക്കും ജീവൻ നഷ്ടമായി. ഒരു പരമാധികാര രാഷ്ട്രത്തിന്മേൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക നടത്തിയ ഈ അധിനിവേശം പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർത്തു. ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് അമേരിക്ക മുൻകൈയെടുക്കുന്നെന്ന വാദത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ സാമ്പത്തിക താൽപ്പര്യങ്ങളുണ്ട്. യുദ്ധം മൂലം ആഗോളതലത്തിലുണ്ടായ ഒറ്റപ്പെടലും സ്വന്തം രാജ്യത്തിനകത്ത് നിന്ന് തന്നെയുണ്ടായ കടുത്ത രാഷ്ട്രീയ തിരിച്ചടികളുമാണ് ട്രംപിനെ പെട്ടെന്നൊരു സമാധാന ദൂതനാകാൻ പ്രേരിപ്പിച്ചത്. അമേരിക്കൻ പ്രതിനിധി സഭയിൽ ട്രംപിന്റെ യുദ്ധനയങ്ങൾക്കെതിരെ ഉയർന്ന ശക്തമായ പ്രതികരണം ഇതിന് തെളിവാണ്. ഹോർമുസ് കടലിടുക്കിൽ നിന്നുള്ള അമേരിക്കൻ നാവികസേനയുടെ പിന്മാറ്റവും ഇറാന്റെ മരവിപ്പിച്ചു നിർത്തിയിരുന്ന $12 ശതകോടി ഒരുപക്ഷെ ചർച്ചകൾക്കൊടുവിൽ ഇത് 24 ശതകോടി വരെ ആയേക്കാം തിരികെ നൽകുമെന്നതുമാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. ഇവിടെയാണ് അമേരിക്കയുടെ സാമ്രാജ്യത്വ ബുദ്ധി വ്യക്തമാകുന്നത്. മറ്റൊരു രാജ്യത്തിന്റെ സമ്പത്ത് നിയമവിരുദ്ധമായി മരവിപ്പിച്ചു വെക്കുകയും പിന്നീട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി അത് ഒരു ചർച്ചാ ഉപാധിയായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് അമേരിക്കയുടെ സ്ഥിരം ശൈലിയാണ്. യഥാർത്ഥത്തിൽ ഇറാന്റെ സ്വന്തം പണം അവർക്ക് തിരിച്ചു നൽകുന്നതിനെ ഒരു ഔദാര്യമെന്ന രീതിയിലാണ് ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ അമേരിക്ക അവതരിപ്പിക്കുന്നത്. അമേരിക്കൻ അധിനിവേശം മൂലം ഇറാന് സംഭവിച്ച ഭീമമായ ആൾനാശത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കും ഈ കരാർ എങ്ങനെയൊരു പരിഹാരമാകുമെന്ന ചോദ്യം അവശേഷിക്കുന്നു. യുദ്ധം തുടങ്ങിവെക്കാൻ കാണിച്ച അതേ ആവേശം സമാധാനം സ്ഥാപിക്കുന്നതിൽ അമേരിക്കയ്ക്ക് എന്നും ഉണ്ടായിട്ടില്ല. വിയറ്റ്നാം മുതൽ അഫ്ഗാനിസ്ഥാനും ഇറാഖും കടന്ന് ഇപ്പോൾ ഇറാനിൽ എത്തി നിൽക്കുന്ന ചരിത്രം പരിശോധിച്ചാൽ തങ്ങൾ കടന്നു ചെന്ന രാജ്യങ്ങളെയെല്ലാം ആഭ്യന്തര തകർച്ചയിലേക്ക് തള്ളിവിട്ട ചരിത്രമേ അമേരിക്കയ്ക്കുള്ളൂ എന്ന് മനസ്സിലാക്കാം. തങ്ങളുടെ സാമ്പത്തിക ലാഭത്തിനും ആയുധ കച്ചവടത്തിനുമായി പശ്ചിമേഷ്യയെ നിരന്തരം അസ്ഥിരപ്പെടുത്തുന്ന അമേരിക്കൻ വിദേശ നയം ആഗോള സമാധാനത്തിന് എന്നും ഭീഷണിയാണ്. ഇറാനുമായുള്ള സമാധാന കരാറിനെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ വാഗ്ദാനങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. പശ്ചിമേഷ്യൻ ജനതയുടെ ചോര ചിന്തിയതിനു ശേഷമുള്ള ഈ പിന്മാറ്റം അമേരിക്കയുടെ പരാജയ സമ്മതവും അതോടൊപ്പം തന്നെ അവരുടെ സ്വാർത്ഥ രാഷ്ട്രീയത്തിന്റെ വിജയവുമാണ് അടയാളപ്പെടുത്തുന്നത്. തങ്ങൾ വിതച്ച ദുരന്തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ അമേരിക്കയ്ക്ക് ഈ സമാധാന കരാർ ഒരു മറയാകരുത്. അതേസമയം ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ ഒപ്പിടുന്നത് നിർണായകമായ ചുവടുവയ്പ്പാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത്. നിരവധി ലോകരാജ്യങ്ങളാണ് ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത്.